ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡിക്സൺ ജെയിംസ്, ടി പി ഗ്രൂപ്പിൻ്റെ MD ആണ്. കഴിഞ്ഞ ഒരു 3 വീഡിയോകളിലായിട്ട് ഞാൻ നമ്മളുടെ സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോട്ടിൽ വാഷിംഗ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം കാണിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത് കാർബണേഷൻ എങ്ങനെയാണ്, സോഡ നിർമ്മാണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രാധാന്യം കാണിച്ചു. അതിനുശേഷമുള്ളതാണ് ബോട്ടിലേക്ക് എങ്ങനെയാണ് സോഡ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഞാനിന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഈ കാർബണേറ്ററിലാണ് സോഡ ഉണ്ടാവുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും തമ്മിൽ ചേർന്ന് സോഡ ഉണ്ടാവുന്നത് ഈ കാർബണേറ്ററിൻ്റെ ഉള്ളിലാണ്. ഈ കാർബണേറ്ററിൽ നിന്നിട്ടാണ് ഫില്ലിംഗ് മെഷീനിലേക്ക് നമ്മൾ സോഡ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് SS-ൻ്റെ പൈപ്പ് ലൈൻ വഴിയാണ് പോകുന്നത്. ഹൈ പ്രഷർ നിൽക്കുന്നതുകൊണ്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഉപയോഗിക്കണം. SS പൈപ്പ് ലൈൻ വഴിയിട്ടാണ് ഫില്ലിംഗ് ലൈനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഫില്ലിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ ഭംഗിയായിട്ട് കാണിക്കാം. ഇതാണ് ഫില്ലിംഗ് മെഷീൻ. ഈ ഫില്ലിംഗ് മെഷീനിലാണ് നമ്മുടെ സോഡ ഫില്ലിംഗ് നടക്കുന്നത്. ഇത് അതിൻ്റെ പാനൽ ബോർഡാണ്. ഇത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ ഓരോ മിനിറ്റിലും എത്ര ബോട്ടിൽസ് ഫില്ല് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് ലോകത്തിൽ തന്നെ പെപ്സിയും കൊക്കക്കോളയും ഉപയോഗിക്കുന്ന സെയിം മെഷീൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രത്തോളം ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്ര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ബോട്ടിലിലേക്ക് ഫില്ല് ചെയ്യുന്നതും ക്യാപ്പ് ചെയ്യുന്നതും, മാൻ പവർ 0 മാൻ പവറാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് 0 മാൻ പവറാണ്. ഒരാളുടെ പോലും കൈ തൊട്ടുകൊണ്ടല്ല നമ്മൾ ഈ ഫില്ലിങ് നടക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാർബണേറ്ററിൽ നിന്ന് വരുന്ന സോഡ ഈ മെഷീൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ ടാങ്കിൽ നിന്ന് ആണ് ബോട്ടിലേക്ക് ഫില്ലാവുന്നത്. ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം ക്യാപ്പിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡയുടെ ക്യാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ വാഷിങ്ങും ഫില്ലിങ്ങും എല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. മാൻ പവറിൻ്റെ ഒട്ടും ആവശ്യമില്ല. അപ്പോൾ കൈ തൊടാതെയാണ് ഫില്ലിങ് നടക്കുന്നത്. അതിനുശേഷം ഫില്ല് ചെയ്ത സാധനം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇത് ഫില്ലിംഗ് ടൈമിൽ നമ്മൾ ഒരു +4 to 9 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് ഇത്ര ക്വാളിറ്റി ഉള്ളത്. നല്ല ഗ്യാസും നല്ലൊരു ഫീലും ഒരു റിഫ്രഷിങ്ങും കിട്ടുന്നത്. അത്രത്തോളം വളരെ സൂക്ഷ്മതയോടുകൂടി അല്ലെങ്കിൽ കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഓരോ പ്രൊഡക്റ്റും ഞങ്ങളുടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാം. നിങ്ങളെല്ലാവരും സോഡ കുടിക്കുമ്പോൾ ഇത്രത്തോളം ഒരു വലിയ പ്രോസസ്സിലൂടെയും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം. ഒരു സോഡ കുടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രത്തോളം ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യം അത്രത്തോളം കരുതലോടുകൂടെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് കാണുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിയേഴ്സ് പ്രീമിയം ക്ലബ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ സോഡ പ്രോസസ്സിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി അടുത്ത വീഡിയോ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ഓരോ വീഡിയോയിലായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.